വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ സൈബർ ആക്രമണം നേരിട്ട വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്ക് പിന്തുണ അറിയിച്ച IAS IPS അസോസിയേഷൻ. സൈബർ ആക്രമണത്തിന് പിന്നാലെ വിക്രം മിശ്രി എക്സ് അക്കൗണ്ട് ലോക്ക് ചെയ്തിരുന്നു. അർജുൻ പീതാംബരൻ ചേർന്ന വിവരങ്ങളുമായി. അർജുൻ, സൈബർ ആക്രമണം ഏത് തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത്? വിക്രം മിശ്രിക്കും മകൾക്കുമെതിരെയാണ് ഈ സൈബർ ആക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? മോദി വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ തോതിൽ വിദേശ ഇടപെടലുകൾ, വിദേശ സമ്മർദ്ദത്തിന് വിക്രം മിശ്രി അടിപ്പെട്ടു പോയി എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായത്. വലിയ രീതിയിൽ ബാഹ്യ ഇടപെടലുണ്ടായി. ആ സമ്മർദ്ദത്തിന് വിക്രം മിശ്രി കീഴടങ്ങേണ്ടി വന്നു, വിദേശ സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക് അദ്ദേഹം കടന്നത് എന്ന തരത്തിൽ വളരെ മോശമായിട്ടുള്ള സന്ദേശങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിട്ടുള്ള ഈ മെസ്സേജുകളും എല്ലാം തന്നെ വന്നിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ വലിച്ചിഴച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നത്, ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ നോക്കൂ, IAS IPS സംഘടനകൾ ഇപ്പോൾ ഐക്യദാർഢ്യമായി വന്നിരിക്കുന്നു. മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, അതായത് കോൺഗ്രസിൻ്റെ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതൃത്വം, അതുപോലെ തന്നെ AIMIMൻ്റെ അസസുദ്ദീൻ ഒവൈസി തുടങ്ങിയവരെല്ലാവരും അദ്ദേഹത്തിന് വിദേശകാര്യ സെക്രട്ടറിക്ക് ഇപ്പോൾ ഐക്യദാർഢ്യവുമായി പിന്തുണയുമായി രംഗത്ത് വരികയാണ്. ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന, ഈ കർത്തവ്യം നിർവഹിക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത് ഖേദകരമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരും ഈ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ IAS IPS സംഘടനകളും പറഞ്ഞിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ സൈനിക തലത്തിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ തലത്തിൽ എടുക്കുന്ന ഒരു ധാരണ, ആ ധാരണ നിറവേറ്റാനുള്ള ചുമതല മാത്രമാണ് വിദേശകാര്യ സെക്രട്ടറി പോലുള്ള എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥർക്കുള്ളത്. അത് പലരും മറന്നു പോകുന്നുണ്ട്. മാത്രമല്ല, ഈ അമേരിക്കയുടെ എല്ലാത്തിനും ഇടപെടൽ അവർ വ്യക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതോടെ വലിയ രീതിയിലുള്ള വിദേശ ഇടപെടലുകൾക്ക് അദ്ദേഹം അടിപ്പെട്ടു പോയി എന്നുള്ള തരത്തിലാണ് വളരെ മോശമായിട്ടുള്ള സന്ദേശങ്ങൾ വന്നത്. ഏതായാലും എക്സ് പോസ്റ്റുകളിൽ ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണം ഉണ്ടായത് വളരെ മോശമാണ്. IAS IPS അസോസിയേഷൻ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അർജുൻ പീതാംബരനാണ് വിശദവിവരങ്ങൾ നൽകിയത്.